പ്രിയ മേഡം രാശിക്കാരെ, ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജനപ്രീതിയുടെ ഉന്നതിയിലാണ്. ചന്ദ്രൻ മീനം രാശിയിൽ ആയതിനാൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും തെറ്റാകുന്നില്ലെന്നും ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ മികവ് പുലർത്തും എന്നും തോന്നുന്നു. വ്യക്തവും ആശയവിനിമയം നടത്താൻ കഴിവുള്ളതുമായ നിങ്ങളുടെ അത്ഭുതകരമായ ഗുണങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങളുടെ പരമാവധി നൽകുന്നത് തുടരുക. നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ലെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഇൻഡിഗോ നിങ്ങൾക്ക് ഇന്നത്തെ ഭാഗ്യനിറമാണ്. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സമയം വൈകുന്നേരം 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. 2026-ൽ ശനി നിങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ സംരക്ഷണത്തിനും സുഗമമായ പുരോഗതിക്കും വേണ്ടി ശ്രമിക്കുക. പരിഹാരം: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ചന്ദ്രൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണിത്. നിങ്ങൾ വളരെ നല്ല മാനസികാവസ്ഥയിലായിരിക്കും. അതിനാൽ പുറത്തുപോയി പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നത് എളുപ്പമായിരിക്കും. നിങ്ങളുടെ ദൈനംദിന ഷെഡ്യൂളിന്റെ വിരസവും തിരക്കേറിയതുമായ സ്വഭാവം കാരണം നിങ്ങൾക്ക് അല്പം മടുപ്പോ അസ്വസ്ഥതയോ തോന്നിയിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ഇതിലും മികച്ച മാർഗം മറ്റെന്തുണ്ട്? നിങ്ങളുടെ ജോലിയിൽ അത്രയധികം മുഴുകുന്നത് എളുപ്പമാണ്. അതുവഴി മറ്റൊന്നിനും നിങ്ങൾക്ക് സമയം ലഭിക്കില്ല. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം നന്നായി സന്തുലിതമാക്കിയാൽ എല്ലാം മികച്ചതായിരിക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 മണിവരെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള സമയമാണ്. ചുവപ്പ് നിറം ഇന്ന് നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം രാഹുവിന്റെ വർദ്ധിച്ച സ്വാധീനത്തിൽ റോസ് ക്വാർട്സ് ധരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് റോസ് ക്വാർട്സ് സ്ഥാപിക്കുന്നത് അനുകമ്പയും വൈകാരിക വ്യക്തതയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. പ്രതിവിധി: ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, മീനം രാശിയിലൂടെ ചന്ദ്രന്റെ സംക്രമണം കാരണം നിങ്ങളിൽ ചിലർക്ക് ശാരീരികമായും മാനസികമായും ഉയർന്ന ഊർജം അനുഭവപ്പെടാം. നിങ്ങളുടെ ഫലപ്രദമായ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾ ശാന്തമായ മാനസികാവസ്ഥയിലായിരിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളുടെ നല്ല മനോഭാവത്തിൽ ആകൃഷ്ടരാകാം. നിങ്ങൾ നെഗറ്റിവിറ്റിയാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ പോലും ജോലിയിൽ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുന്നു. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഈ മനോഹരമായ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയോടെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. അതിനാൽ അതിനുമുമ്പ് എല്ലാം ക്രമത്തിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. 2026-ൽ വ്യാഴം നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിനാൽ അത് സമൃദ്ധമായ വളർച്ചയെ പിന്തുണയ്ക്കാൻ കഴിയും. പരിഹാരം: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഉപദേശത്തിന്റെയും പിന്തുണയുടെയും ഉറവിടമായി കാണും. നിങ്ങളുടെ അർപ്പണബോധം കാണിക്കാനുള്ള സമയമാണിത്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുക. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ നിന്ന് അല്പം മാറേണ്ടി വന്നാലും എല്ലാത്തിനുമുപരി അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു. ഇന്ന് നിങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് പക്വതയും ഉൾക്കാഴ്ചയും കാണിക്കുന്ന ഉപദേശം നൽകുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും മാനസികമായും വൈകാരികമായും മികച്ച നിലയിലായിരിക്കും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ആത്മവളർച്ചയെ പുനരൂപകൽപ്പന ചെയ്യുന്നതിനാൽ ചില പ്രതിവിധികൾക്ക് വികാരങ്ങളെ ശമിപ്പിക്കാനും അവബോധത്തെ ശക്തിപ്പെടുത്താനും കഴിയും. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ സിംഹരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിലാണ്. ആസ്വദിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് കാലമായി ഒരു ഒത്തുചേരൽ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അത് നടപ്പിലാക്കാനുള്ള സമയമാണ്. സുഹൃത്തുക്കളോടൊപ്പം പാർട്ടി ചെയ്യാനും സമയം ആസ്വദിക്കാനും ഇന്ന് പറ്റിയ ദിവസമാണ്. നിങ്ങൾക്ക് വിശ്രമിക്കാനും സ്വയം ഊർജ്ജസ്വലമാക്കാനും ആവശ്യമാണ്. സാഹസികരാകാനും നിങ്ങളുടെ ആശയങ്ങളും പദ്ധതികളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും ഈ ദിവസം ഉപയോഗിക്കണമെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു.
ഒരുപക്ഷെ ആരെങ്കിലും താൽപ്പര്യം കാണിക്കുകയും നിങ്ങളോടൊപ്പം ചേരുകയും ചെയ്യാം. ആസ്വദിക്കുകയും നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷപ്പെടുത്തുകയും പതിവ് ദിനചര്യയിൽ നിന്നുള്ള മാറ്റം അനുഭവിക്കുകയും ചെയ്യുക. ഈ ദിവസത്തെ ദീർഘകാലം ഓർമ്മിക്കാവുന്ന ഒരു അവിസ്മരണീയ ദിവസമാക്കി മാറ്റുക. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനത്തെ ചെറുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോടൊപ്പം എന്തെങ്കിലും സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, മീനം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾക്ക് പിരിമുറുക്കവും ആശങ്കയും അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമായ വ്യക്തിയാണ്. അതിനാൽ അർത്ഥമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രിയ കന്നിരാശിക്കാരെ, എല്ലാത്തിനുമുപരി ഈ നിമിഷം അവയ്ക്ക് ഒരു അടിസ്ഥാനവും ഉണ്ടാകാൻ സാധ്യതയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കഴിയുന്നത്ര സമയം ചെലവഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുക മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയും ചെയ്യും. രാവിലെ 9:30 മുതൽ രാവിലെ 10:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ ദിവസം വയലറ്റ് നിറം നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. ഈ വർഷത്തെ ശനി ഊർജം പുരോഗതിയെ മന്ദഗതിയിലാക്കിയേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്കൊരു പുതിയ ഹോബി പരീക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് വിവേകപൂർണമായി തോന്നിയേക്കാം. ഇന്ന് നിങ്ങൾ എടുക്കേണ്ട ഏതെങ്കിലും നിർണായക തീരുമാനങ്ങളെ നിങ്ങളുടെ വികാരങ്ങൾ സ്വാധീനിക്കില്ലെന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്തിനാണ് അലട്ടുന്നതെന്ന് കണ്ടെത്താൻ നിങ്ങളുടെ സമയം പാഴാക്കരുത്. നയതന്ത്രപരമായി അത് കൈകാര്യം ചെയ്യുക. നിങ്ങൾ ചിറകുകൾ വിരിച്ച് പറക്കുന്നതിന് മുമ്പ് ജാഗ്രത കാറ്റിൽ പറത്തി നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരാൻ ഓർക്കുക. ഇത് റഡാറിലെ ഒരു താൽക്കാലിക തടസ്സം മാത്രമാണ്. നിങ്ങൾ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എല്ലാം ശരിയായ സ്ഥാനത്ത് വരും. നേവി ബ്ലൂ നിങ്ങളുടെ ഭാഗ്യനിറമാണ്. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ഈ വർഷം ശനിയുടെ തീവ്രമായ ഊർജത്തെ നേരിടാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു രത്നം ധരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തു അടുത്ത് സൂക്ഷിക്കാനോ പതിവായി വ്യായാമം ചെയ്യാനോ നിർദ്ദേശിക്കുന്നു. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികളുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ ഉപദേശിക്കുന്നു. എന്തെങ്കിലും ശരിയാക്കുന്നതിന് പകരം ഒരു വഴക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കും. തൽഫലമായി നിങ്ങൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകളിലും തർക്കങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തിയ അനാവശ്യ പ്രകോപനം ഒഴിവാക്കാൻ സാധിക്കും. നീല നിറം ധരിക്കുന്നത് ഒരു ഭാഗ്യചിഹ്നമാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തതയ്ക്കായി എന്തെങ്കിലും ധരിക്കുകയോ കൂടെ കൊണ്ടുപോകുകയോ ചെയ്യുക. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് ഇത് നിങ്ങളുടെ ദിവസമല്ലെന്ന് തോന്നിയേക്കാം. ഇതിന് പിന്നിലെ കാരണം സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണമില്ലായ്മയോ ആകാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് പ്രതീക്ഷ കൈവിടരുതെന്ന് ശുപാർശ ചെയ്യുന്നു. നിങ്ങളുടെ സഹനശക്തിയും നിശ്ചയദാർഢ്യവും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കും. നിങ്ങൾ നെഗറ്റീവും പ്രചോദനമില്ലാത്തവരുമായി ഉണർന്നിരിക്കാം. പക്ഷേ ദിവസം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നല്ലൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും. ഇളം നീല നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. വൈകുന്നേരം 6:30 മുതൽ വൈകുന്നേരം 7:30 വരെ നിങ്ങൾക്ക് ശുഭകരമായ സമയമാണ്. 2026 വർഷത്തിൽ വ്യാഴം ഭാഗ്യം ശക്തിപ്പെടുത്തുന്നതിനാൽ സ്ഥിരമായ വളർച്ചയ്ക്കായി എന്തെങ്കിലും ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും വയ്ക്കുക. പരിഹാരം: നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, മീനം രാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ സാഹസികരാക്കും. ചില പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങളുടെ കൂടിൽ നിന്ന് പുറത്തുവരാനും
ചില അപകടസാധ്യതകൾ ഏറ്റെടുക്കാനും ഇന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് വ്യക്തിപരമോ തൊഴിൽപരമോ ആകട്ടെ, ഒരു പ്രധാന മുന്നേറ്റം നേടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ പാത ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാനും പിന്നീട് പൂർണ്ണ ഉത്സാഹത്തോടെ അത് പിന്തുടരാനും നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ചില നേട്ടങ്ങൾ കാണാൻ കഴിയും. നാരങ്ങ പച്ച നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ നിങ്ങൾക്ക് ശുഭകരമായ സമയമായിരിക്കും. രാഹു പ്രധാന ഊർജങ്ങളെ രൂപപ്പെടുത്തുന്നതിനാൽ. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ കേന്ദ്രീകൃതമായി നിലനിർത്താൻ ഒരു ഗോമേതകം ഹെസോണൈറ്റ് രത്നമോ അല്ലെങ്കിൽ ലാപ്പിസ് ലാസുലി പെൻഡന്റോ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ തൊഴിൽപരമായ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രചോദിതരായേക്കാം. സുഹൃത്തുക്കൾ, കുടുംബം, സമ്പത്ത്, പ്രശസ്തി, വിജയം എന്നിവ ഉൾപ്പെടുന്ന നിങ്ങളുടെ ആത്യന്തിക ജീവിത, തൊഴിൽ ലക്ഷ്യങ്ങൾ നേടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആകാശമാണ് അതിര്. അതിലെ ഓരോ അംശത്തിനും നിങ്ങൾ അർഹനാണ്. നിങ്ങൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ഒരു യാഥാർത്ഥ്യബോധമുള്ള പദ്ധതി ഉപയോഗിച്ച് അവ നേടുകയും ചെയ്യണമെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുക. എന്നിരുന്നാലും ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. വയലറ്റ് നിറം ധരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. വൈകുന്നേരം 4:15 മുതൽ വൈകുന്നേരം 5 വരെ പ്രധാനപ്പെട്ട ജോലികൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ നിരന്തരമായ പ്രതിബദ്ധതയ്ക്കായി താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ സ്ഥലത്ത് ചില വസ്തുക്കളോ പ്രതിവിധികളോ പരിഗണിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസവും സന്തോഷവും തോന്നും. നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തമാവുകയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാവുകയും ചെയ്യും. നിങ്ങൾ ആത്മവിശ്വാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നു. അതിനാൽ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ സഹജാവബോധം കേൾക്കാനും ഇത് ഒരു നല്ല ദിവസമാണ് എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പോസിറ്റീവ് ഊർജവും സ്പന്ദനങ്ങളും ആകർഷിക്കാൻ ഫോറസ്റ്റ് ഗ്രീൻ നിറം ധരിക്കുക. ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം വൈകുന്നേരം 5:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. അതിനാൽ പരമാവധി ഫലങ്ങൾ നേടുന്നതിനായി നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ മീറ്റിംഗുകൾ അതിനനുസരിച്ച് ക്രമീകരിക്കുക. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനത്തിൽ സന്തുലിതാവസ്ഥയ്ക്കായി എന്തെങ്കിലും ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് സൂക്ഷിക്കുക. പരിഹാരം: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.